ഉരുൾപൊട്ടൽ അവശേഷിപ്പിക്കുന്ന ഒരുപാട് നൊമ്പര കാഴ്ചകളുണ്ട് ദുരിതാശ്വാസ ക്യാമ്പിൽ. പുഞ്ചിരിമട്ടത്തും മുണ്ടക്കയിലും താഴ്വാരത്തുമൊക്കെ അനവധി പേരാണ് അവരുടെ ജീവിതം എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നറിയാതെ തരിച്ചു നിൽക്കുന്നത്. എനിക്കൊപ്പം പുഞ്ചിരിമട്ടത്തുള്ള അബൂബക്കർ ചേരുകയാണ്. ശാരീരിക വൈകല്യമുണ്ട് ഇക്കായ്ക്ക് അല്ലേ? അപ്പം എങ്ങനെയാണ്, എപ്പോഴാണ് അവിടുന്ന് പോരാൻ തോന്നിയത്? ഈ ഉരുൾപൊട്ടൽ തുടങ്ങുന്നതിന് മുൻപ് പോരാൻ? അതിൻ്റെ തലേന്ന് തിങ്കളാഴ്ച 1 മണിക്ക് ആണ് എന്നോട് എല്ലാവരും നാട്ടുകാരും കൂടി പറഞ്ഞ്, നമ്മൾ അയൽവാസി മൻസൂർ എന്ന് പറഞ്ഞ ആൾ പറഞ്ഞ്, എവിടേക്കെങ്കിലും ഒന്ന് ഇറങ്ങി നിങ്ങളിവിടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളിട്ടിട്ട് പോകാൻ പറ്റൂല, അപ്പോൾ നമ്മളെല്ലാവരും ഇതായി പോവും, ഒന്ന് ഇറങ്ങി നിങ്ങൾ എവിടേക്കെങ്കിലും ഒന്ന് പോയി സേഫാകെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അന്ന് തന്നെ എനിക്കും തോന്നി വേഗം വീടാം. കിട്ടിയതൊന്നും എടുത്തില്ല, ആ രേഖകളോ ഒരു കടലാസോ ഒന്നും എടുത്തില്ല. അങ്ങനെ ഇട്ട ഡ്രസ്സായിട്ട് മോനും ഞാനും അവൻ്റെ ഭാര്യയും എൻ്റെ ഭാര്യയും കൂടി വേഗം അവിടെ നിന്ന് പോന്നു. അനിയന്മാരും അവരുടെ കുടുംബമൊക്കെ അപകടത്തിൽ? 2 പേര് പോയി. 2 അനിയന്മാരും അവരുടെ കുടുംബങ്ങളും അതിൻ്റെ ബാക്കിയുള്ളവരൊക്കെ പോയി. ഉറ്റവരും സുഹൃത്തുക്കളും ഒരുപാട് പേരുണ്ട്. മറക്കാൻ പറ്റൂല, പറയാൻ വാക്കുകളില്ല. അത്ര രീതിയിൽ കഴിഞ്ഞ നാടാണ് ഞങ്ങൾ. നാട്ടുകാരൊക്കെ വലിയ സഹകരണം, ഭയങ്കര സഹകരണമുള്ള ആൾക്കാരായിരുന്നു എല്ലാവരും. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളോടക്ക് എന്ത് വല്ല കൊണ്ട് കഴിയണ ചെയ്തു തരാൻ പറ്റിയ ആൾക്കാരായിരുന്നു. നല്ല നാട്ടുകാരായിരുന്നു, നല്ല സുഹൃത്തുക്കളുണ്ടായിരുന്നു എല്ലാവരും. ഇക്കൊക്കെ ആകെ ഉണ്ടായിരുന്നൊരു വാഹനം അല്ലേ? ഒരു സ്കൂട്ടി ഉണ്ടായിരുന്നു. 3 ചക്രം ഉണ്ടായിരുന്നത്. അതിൻ്റെ അവസ്ഥ എന്താണെന്നറിയോ? അതിൻ്റെ അവസ്ഥ അതൊക്കെ പോയിട്ടുണ്ട്. ഇതിൽ ഏതോ കുളത്തിലോ അവിടെ പോയി എന്ന് പറയുന്നത്. ഈ നാട്ടിലെ സുഹൃത്തുക്കളും ഒരുപാട് ആളുകളുണ്ടല്ലോ, അപ്പോൾ അവരൊക്കെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായും വലിയ വേദന നമുക്കുണ്ട്. ഭയങ്കര വേദനയാണ്. ഉറക്കം വരുന്നില്ല, ഉറക്കം കിട്ടലേ ഇല്ല. പിന്നെ ഒന്നാമത് കണ്ണ് തുറന്നു കഴിഞ്ഞ് കണ്ണ് ചിമ്പിക്കഴിഞ്ഞാൽ നെറ്റി ഉണരുക, ഉറക്കത്തിൽ നെറ്റി കൊടുക്കുക, പിന്നെ ഉറക്കമില്ല. ഇതേ ചിന്തയാണ് അവിടുത്തെ. ഇതിങ്ങനെ ഓർത്തു പോവാണ് ആ നാടിൻ്റെ. ഒരു 40 കൊല്ലം മുമ്പ് അവിടെ ഉരുൾപൊട്ടൽ നടന്നപ്പോൾ അന്ന് ആ സമയത്തുണ്ടോ മുണ്ടക്കയിൽ? ഇപ്പോഴും അവിടെ തന്നെ 40 കൊല്ലം മുന്നേ തന്നെ ഉണ്ട്, ആ നാട്ടിൽ തന്നെയാണ്. പക്ഷെ വീട് ഇപ്പോഴാണ് ഉണ്ടായത്, ഒരു 5 കൊല്ലത്തിന് ശേഷം. അന്ന് മുണ്ടക്കയിൽ അന്നുണ്ടായ അപകടം അത് ഓർമ്മയുണ്ടോ എങ്ങനെയായിരുന്നു എന്നുള്ളത്? അന്നുണ്ടായത് ഇതിൻ്റെ മുന്നേ ഒരു റാണിമേൽ കരിമുറ്റം എന്ന് പറഞ്ഞൊരു സ്ഥലത്തുണ്ടായിരുന്നു. അന്ന് നമ്മളവിടേക്കൊന്നും പ്രശ്നം ഉണ്ടായിട്ടില്ല. വലിയൊരു കുറച്ച് ഉരുൾപൊട്ടലുണ്ടായിരുന്നു. ഇതിനെക്കാട്ടി കുറഞ്ഞേ ഉള്ളൂ. അന്ന് ആരും നഷ്ടപ്പെട്ടിട്ടില്ലാതായിട്ടില്ല മുണ്ടക്കയിൽ. പിന്നെ അതിൻ്റെ ശേഷമാണ് പുത്തുമല ഇങ്ങനെ ഉണ്ടാകുന്നത്. അപ്പോൾ വണ്ടി നഷ്ടപ്പെട്ടതിന് ശേഷം പിന്നീട് ചെറിയൊരു ഉരുൾപൊട്ടലും കൂടി മുണ്ടക്കയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ അതിൻ്റെ ശേഷം ഈ പുത്തുമല കഴിഞ്ഞതിന് ശേഷം. അപ്പം അതിലൊന്നും ആർക്കും അങ്ങനെ വലിയ ഇതൊന്നും സംഭവിച്ചില്ല. 1-2 വീട്. വണ്ടി എടുത്തായിരുന്നോ ഇക്ക മുണ്ടക്കയിലേക്കും ഇവിടേക്ക് ഇറങ്ങാറ്? എൻ്റെ എല്ലാ പോക്കും ഒരു ഓഫീസിലേക്കായാലും എവിടേക്കായാലും മേപ്പാടിക്കായിട്ടും എവിടേക്കായാലും ആ വണ്ടി എടുത്തിട്ടാണ് വരിക. എൻ്റെ കയ്യും കാലുമാണ് സാറേ അത്, എൻ്റെ കയ്യും കാലുമാണ്. ഇതുണ്ടോ, ഇതിലിപ്പോൾ നടക്കാൻ പറ്റുക, എന്നെ എടുത്തിട്ടാണ് പോകല്. എന്നെ ബാത്റൂമിൽ കൊണ്ടുപോകലും എടുത്തിട്ടാണ്. ഇവിടെ എല്ലാ ആൾക്കാർ എടുത്തിട്ടാണ് പോകല്. അത് പോയതിലും വലിയ സങ്കടം. എത്ര വർഷക്കാലമായി ആ വണ്ടി ഓടിക്കുന്നു? വണ്ടി ഞാനൊരു 10 കൊല്ലത്തോളമായി, 10-12 കൊല്ലത്തോളമായി. ഒന്ന് നഷ്ടപ്പെട്ടു പോയപ്പോൾ അടുത്തൊന്ന് തന്നതാണ്, ബ്ലോക്കും ജില്ല ബലുകൂടി. ഏതാണ് പല വലിയ സങ്കടം ഉണ്ടാക്കുന്ന കാഴ്ചകളാണ് ക്യാമ്പ് മുഴുവൻ. പല ആളുകളോട് ഞങ്ങൾക്ക് തന്നെ സംസാരിക്കാനാകുന്നില്ല. പക്ഷേ അബൂബക്കർ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ആ വാഹനം അതെൻ്റെ കൈയും കാലുമായിരുന്നു, അതാണ് എനിക്ക് നഷ്ടപ്പെട്ടത് എന്ന് അബൂബക്കർ വലിയ സങ്കടത്തോടു കൂടി പറയുകയാണ്. പക്ഷെ വീട് പിന്നെയും കിട്ടും. വണ്ടി കൈയും കാലില്ല അല്ലേ, നടക്കാൻ ഭയങ്കര പ്രയാസമാണ് അതില്ലെങ്കിൽ. യെസ്, അബൂബക്കർ എന്ന മനുഷ്യന്റെ എല്ലാ സപ്പോർട്ടും നഷ്ടപ്പെട്ട സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ